രാജ്യത്തെ ആകെ നടുക്കിയ ഭീകരാക്രമണം തന്നെയാണ് ചൊവ്വാഴ്ച ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായത്. രാജ്യം ഒറ്റക്കെട്ടായും ലോകരാഷ്ട്രങ്ങളും ശക്തമായ ഭാഷയിൽ ഇതിനെ അപലപിച്ചു. വ്യാഴാഴ്ച ചേർന്ന സർവകക്ഷി യോഗം ഭീകരവാദികൾക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കാനും പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കനത്ത തിരിച്ചടി നൽകാനും കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. രാജ്യത്ത് സാധാരണ പൗരന്മാരെ ലക്ഷ്യം വെച്ച് സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു പഹൽഗാമിലേത്. ഒരു മലയാളി അടക്കം 26 സാധാരണക്കാരെയാണ് ഭീകരർ കൊന്നു തള്ളിയത്. രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് വിദേശ ശക്തികളാൽ നിയന്ത്രിക്കുന്ന ഭീകരരാണ് ഇതിന് പിന്നിൽ. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ പങ്ക് ഇക്കാര്യത്തിൽ തീർച്ചയായും ഉണ്ടാകുക തന്നെ ചെയ്യും. പാക് സ്വദേശികളും അവിടെ പരിശീലനം ലഭിച്ച പ്രദേശവാസിയുടെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത് എന്നുള്ള തെളിവ് ലഭിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയായി പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി നയതന്ത്ര ബന്ധങ്ങൾ കുറയ്ക്കാനും സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ജാഗ്രതയോടെ നിലകൊള്ളാൻ സൈന്യത്തോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഉഴലുന്ന പാകിസ്ഥാൻ പ്രകോപനവും യുദ്ധാന്തരീക്ഷവും സൃഷ്ടിച്ച് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ എവിടെയായിരുന്നാലും കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ശക്തമായ ശിക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഒപ്പം ഇത്രയും ഭീകരമായ ആക്രമണത്തിലേക്ക് നയിക്കാനിടയായത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളാണോ എന്ന് ഗൗരവത്തോടെ പരിശോധിക്കേണ്ടതായുണ്ട്. 2019 പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിലെ ഗുരുതര സുരക്ഷാ പാളിച്ചകളെ പറ്റി BJP നേതാവും അന്നത്തെ ഗവർണറുമായിരുന്ന സത്യപാൽ മാലിക് നടത്തിയ വെളിപ്പെടുത്തൽ ഈ സാഹചര്യത്തിൽ കൂട്ടി വായിക്കേണ്ടത് തന്നെയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ ഉണ്ടായ പുൽവാമയിലെ ഭീകരാക്രമണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയായിരുന്നു BJP ചെയ്തിട്ടുണ്ടായിരുന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിലും സേനാ വിഭാഗങ്ങൾക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. തീവ്രവാദ ഭീഷണി നിലനിൽക്കുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ മുന്നറിയിപ്പ് സുരക്ഷാ സേനയും സർക്കാരും ഗൗരവത്തിൽ എടുത്തില്ല എന്നുള്ളതാണ് പ്രധാന ആരോപണം. കശ്മീർ പോലെ ഒരിടത്ത് ജനങ്ങളുടെ ഓരോ ചലനവും സർക്കാരിന് അറിയാൻ കഴിയുന്ന ഇക്കാലത്ത് രഹസ്യാന്വേഷണ വിവരങ്ങൾ കിട്ടിയോ എന്നതും കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് എന്നതും പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശമാണ് പഹൽഗാം. ഇത്രയും ദൂരം താണ്ടി ഭീകരർ ഇവിടെ എത്തി തയ്യാറെടുപ്പ് നടത്താൻ ദിവസങ്ങൾ എടുത്തിട്ടുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. വനമേഖല ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്ത് ഒരുവിധ സുരക്ഷയും ഒരുക്കിയിരുന്നില്ല. സുരക്ഷാ ക്രമീകരണങ്ങളിലും ഇന്റലിജൻസ് സംവിധാനങ്ങളിലും ഉണ്ടായ പാളിച്ചയാണ് ഭീകരാക്രമണത്തിന് ഇടയാക്കിയിട്ടുണ്ടാകുക.